പൂരങ്ങളെ ഇനി ഞാൻ നിങ്ങളുടെ മുൻപിൽ വന്നിരിക്കുന്നത് ഒരു ചെറിയ കാര്യം പറയാനാണ്. കാരണം അതെൻ്റെ കാര്യമാണ്, എൻ്റേതും സഭയുടെയും എല്ലാം കാര്യമാണ്. കേരളത്തിലെ മനുഷ്യരുടെ സമാധാനത്തിൻ്റെ കാര്യമാണ്. ഞാൻ ആദ്യം തന്നെ പറയാം, കേരളത്തിലെ ഓർത്തഡോക്സ് സഭ എന്ന് പറഞ്ഞാൽ തോമസ് ശ്ലീഹ സ്ഥാപിച്ചതാണെന്ന് കള്ളക്കൂട്ടും കാതോലിക്കായും മെത്രാന്മാരും എല്ലാം കൂടെ ആവർത്തിച്ച് വിളിച്ചു പറയുന്നു. എന്നാൽ എവിടെയെങ്കിലും ആർക്കെങ്കിലും അതിനൊക്കെ തീർത്ത് പറയാമോ? തോമസ് ശ്ലീഹ ഏത് സഭയാണ് ഇവിടെ സ്ഥാപിച്ചത്? തോമസ് ശ്ലീഹ തൻ്റെ സിംഹാസനം കാതോലിക്കായ്ക്ക് കൈമാറിയിട്ടാണ് പോയത്. ആർക്കും അറിയത്തില്ലെങ്കിൽ നിങ്ങൾ അറിഞ്ഞോളി. ആ സിംഹാസനം ഇരുന്നുകൊണ്ട് തന്ത്രിക്ക് അറിയുകയും കൊടുതാഴുകയും ചെയ്യുന്നവനാണ് ഇന്നത്തെ കാതോലിക്ക. അത് അവൻ എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും. കാരണം എല്ലാവരും ന്യായം പറയും. ഈ കള്ളൻ കാതോലിക്ക ആയതിനു ശേഷം കഞ്ഞിക്കുഴി BJP ഓഫീസിൽ പാദയാത്രയ്ക്ക് പോയി. കയ്യിൽ ഒരു പൊതിക്കെട്ടുമായിട്ട് എന്താണെന്ന് എനിക്കില്ല, ലഡുവായിരിക്കും ചിലപ്പോൾ സന്തോഷത്തിന് കൊടുക്കാൻ. ഏതായാലും ഉള്ള കഞ്ഞിക്കുഴി ഓഫീസിൽ പോയത് എന്തിനാണ്? പാതിരാത്രിക്ക് നീ എന്തിനാ പോയത്? നല്ല കാര്യം, ന്യായമായ കാര്യമാണെങ്കിൽ പകൽ വെളിച്ചത്തിൽ പോകണം. ഈ ഓർത്തഡോക്സ് സഭയിലെ ഈ പുരോഹിതവർഗത്തിൻ്റെ പാതിരാത്രി യാത്രയും പാതിരാത്രിയിലെ പ്രവർത്തനവും ഒരിക്കലും അവസാനിക്കത്തില്ല. ചേപ്പാട്ട് പള്ളി, പഴയ പള്ളി, 2000 പഴക്കമുള്ള കൽക്കുരിശ് എന്ന് പറയുന്നു. ശരി, അത് റോഡിൻ്റെ ആവശ്യത്തിന് വേണ്ടി പൊളിക്കാതിരിക്കുമോ? JCB കൊണ്ടൊന്ന് പൊളിക്കുന്ന ഫോട്ടോയൊക്കെ കണ്ടു, വീഡിയോ കണ്ടു. അപ്പോൾ പറയുന്നുണ്ട് ഇതിൻ്റെ പ്രശ്നം കോടതി കിടക്കുക, അത് ചെയ്യുന്നുണ്ട്, പൊളിക്കരുതെന്ന് വിശ്വാസികൾ പറയുന്നുണ്ട്. ശരി, അതൊക്കെ ശരി. പിന്നെയും വന്നവർ അത് ചെയ്യുന്നുവെങ്കിൽ നിങ്ങൾ മാറിക്കൊടുക്കുക. കേസ് വരുമല്ലോ, ന്യായം എവിടെങ്കിലും ഉണ്ടാവുമല്ലോ. എന്തിന് ബഹളം ഉണ്ടാക്കുന്നു? നീയൊക്കെ നിങ്ങളുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവച്ചതാണോ അത്? അല്ലല്ലോ, ഒന്നുമല്ല. കൽക്കുരിശ്, അത് ഇത്രയും പ്രാധാന്യം ദൈവത്തെ ക്രൂശിച്ചത് തടിക്കുരിശിലാണ്. ഇന്ന് പള്ളികളിൽ സ്വർണ്ണക്കുരിശില്ലെങ്കിൽ ഗമയില്ല. പുരോഹിതൻ പറയും ആ പള്ളിയിൽ ഇത്ര സ്വർണ്ണക്കുരിശുണ്ട്, നമ്മുടെ പള്ളിയിലൊന്നുമില്ല. അപ്പോഴത്തേക്ക് വിശ്വാസത്തെ എല്ലാം അങ്ങ് ഇളകും. അപ്പോൾ നമുക്ക് സ്വർണ്ണക്കുരിശ് വേണം. ഓക്കെ, അതൊക്കെ മേടിച്ച് വെച്ചോളി. ഞാൻ പറയും, ഓർത്തഡോക്സ് ന്യായമായിട്ട് എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? കിട്ടുന്ന വരുമാനമെല്ലാം ഇവിടെ കൊണ്ട് ചിലവാക്കുന്നു. ഞാൻ ഒരു വീഡിയോ കണ്ടു. നല്ലവനായ സെറാഫിം മെത്രാൻ ബാംഗ്ലൂരിൽ നിന്ന് മരിച്ച് സുഖിച്ച് വന്ന് ഇപ്പോൾ തുമ്പോണ് മരിക്കാൻ വന്നിരിക്കുക, കൊണ്ടിട്ടിരിക്കുക. അവന് ജോലിയൊന്നുമില്ല. ജോലി ഉള്ളത് ഞാൻ പറയാം. അവനെ ചെറുപ്പക്കാർ പിള്ളേരെ ഏൽപ്പിച്ചിരിക്കുക. എന്താ അവരെ ഇവിടുന്ന് പോകരുത്, കേരളത്തിൽ നിന്ന് പോകരുത്. അവരെ ഓരോ കാര്യം പറഞ്ഞ് ഇവിടെ പിടിച്ച് സഭയുടെ കൂടി പിടിക്കാനായിട്ട് വീഴ്ചക്കാനായിട്ട് അടിമകളായിട്ടൊക്കെ. ദൈവം ആരെ അടിമകളാക്കി വെച്ചിട്ടില്ല. ദൈവം ആരോടും പറഞ്ഞില്ല നീ എൻ്റെ അടിമയാകണമെന്ന്. ഈ മെത്രാന്മാരും പുരോഹിതന്മാരും വിശ്വാസികളുടെ പിള്ളേരെ അടിമകളാക്കാൻ നോക്കുക. പോട്ടെ, ഈ സെറാഫീമും 10-30 പുരോഹിതന്മാരും പൊന്മുടി പോയിരിക്കുന്നു. അവിടെ പോയിരുന്ന് ക്രിസ്തീയ പാട്ട് പാടുക. എന്തൊരാനന്ദം! ആ തണുത്ത കാറ്റുമൊക്കെ കൊണ്ട് പാടും. പിന്നെ ആടാൻ എല്ലാവരും പുറകിലുണ്ടായിരുന്നു എന്ന് എനിക്കറിയത്തില്ല. കാണും, ഇല്ലായിരിക്കില്ല. ഈ പുരോഹിതവർഗം പോകുന്നിടത്തൊന്നും ആരും കാണാതിരിക്കത്തില്ല. കാരണം ഈ പുരോഹിതവർഗത്തിന് ആത്മീയത വേണമെങ്കിൽ മുന്നിൽ മർത്തമറിയും സമാജം പെണ്ണുങ്ങൾ വേണം. ഞാൻ തുറന്നു പറയുക, ഓർത്തഡോക്സ് സഭയിലെ പുരോഹിതന്മാരും മെത്രാന്മാരും കേൾക്കണം. കേട്ടിട്ട് എന്നോട് ചോദിക്കണം. ഞാൻ കൂടുതൽ പറയുന്നില്ല. ഇന്ന് കൽക്കുരിശേ പോയുള്ളൂ.
മോനെ കൊടുത്ത കൊല്ലത്ത് കിട്ടും. നിങ്ങളുടെ സഹോദരങ്ങളെ പള്ളി കട്ടച്ചിറ പള്ളിയിൽ കഥക് തല്ലി പിടിക്കുന്ന വീഡിയോ എൻ്റെ കൊണ്ട് ഇപ്പോഴേ പറയുന്നത്, നിങ്ങളുടെ സഹോദരങ്ങളെ നശിപ്പിച്ച് സുഖമായി ജീവിക്കാൻ നിങ്ങൾ നോക്കുന്നുവെങ്കിൽ നിങ്ങളുടെ വ്യാമോഹമാണ്. അതുകൊണ്ട് അനുഭവിച്ചുകൂടി. ഇതല്ല, ഇതിൻ്റെ അപ്പുറത്തെ അനുഭവിക്കും. ഇപ്പം ഞാൻ പറഞ്ഞുതരാം. പിന്നെ ഞാനൊരു വീഡിയോ കണ്ടു. ഒരു മർത്തോമ പള്ളിയിൽ സ്ത്രീ ധൂപക്കുറ്റി മർമ്മഹായി വീശുന്നു. അതായത് മർത്തോമ സഭയിൽ നിന്നല്ല, പുരോഹിതർക്ക് എന്ത് ഇച്ഛിക്കുന്നോ അതവർ ചെയ്തെടുക്കും. ഒരു മെത്രാനോ ഒരു പുരോഹിതനോ അനുവാദം കൊടുക്കാം. മെത്രാൻ കൊടുക്കാൻ ഒക്കത്തില്ല, സഭ അനുവാദം കൊടുക്കണം. സ്ത്രീ മർവായിക്ക് ഒരു ധൂപക്കുറ്റി വീശണമെങ്കിൽ. അപ്പോൾ അതിൻ്റെ ഉദ്ദേശം എന്താ? സ്ത്രീയെ മർവായിക്ക് ചെയ്യില്ലേ? ഞാൻ കഥ ഒരുപാട് പറയാറുണ്ട്, അതിപ്പോൾ പറയുന്നില്ല. ഏതെങ്കിലും കൊള്ളാം. നല്ല കാലം, എല്ലാവരും സന്തോഷിക്കും. മർമ്മഹായിക്കൂടി ഇനി സ്ത്രീകളുടെ സാമീപ്യമുണ്ട്. പുരോഹിതന്മാർക്ക് ഉത്തേജനം കിട്ടും. അവർ ചൊല്ലുകൾ കുറച്ചുകൂടി ഇമ്പമാക്കും. കാരണം നമ്മുടെ സഹോദരിമാരിൽ ധൂപം കുറ്റി വീശുന്നത് അവർക്ക് സന്തോഷം വരണ്ടായി. അതുകൊണ്ട് ഏതായാലും ജയപ്പാട്ട് പള്ളി എല്ലാം ഓരോ കോണിൽ. ഞാൻ ചോദിച്ചോട്ടെ മക്കളെ, നമ്മൾ ക്രിസ്ത്യാനികൾ മാത്രമല്ല കേരളത്തിൽ ജീവിക്കുന്നത്, മറ്റു ജാതിക്കാരുമുണ്ട്. പള്ളികളിൽ ആദ്യം സ്പീക്കർ വെക്കാൻ, മൈക്ക് സ്പീക്കർ വെക്കാൻ തുടങ്ങിയത് ദേവാലയങ്ങളിൽ അകത്ത് നിൽക്കുന്നവരും ദേവാലയത്തിനകത്ത് നിൽക്കാൻ സൗകര്യമില്ലാത്തവർ വെളിയിൽ നിൽക്കുന്നവർക്കും പള്ളിയിലെ കുർബാനയോ മറ്റു കാര്യങ്ങളോ കേൾക്കാനായിട്ടാണ്. ഇന്നതല്ല. 4 കിലോമീറ്റർ അപ്പുറത്ത് വരെ കേൾക്കത്തോണം സ്പീക്കർ. കുർബാനയുടെ കാര്യം അല്ല, എന്ത് കാര്യം നടന്നത് 4 കിലോമീറ്റർ അപ്പുറം വരെ കേൾക്കത്തോളം മൈക്ക് സ്പീക്കറിൻ്റെ സൗണ്ട്. ഞാൻ ചേപ്പാട്ട് പള്ളിയിൽ 3 വർഷത്തിന് മുമ്പ് ഒരു പെരുന്നാളിന് പോയി. അവിടെ ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾ ഈ ഇലിമിനേഷൻ ബൾബുകളെല്ലാം കൂടെ വാരിക്കൂട്ടി കക്കൂസിലും കാണുന്ന കൊടിമരത്തിൻ്റെ ചുവട്ടിലും അവിടെ ഇവിടെ ഇട്ട് ലൈറ്റ് കത്തിച്ച് എന്തോ കാണിക്കാനാ? ആരെ പ്രസാദിപ്പിക്കാനാണ്? നാട്ടുകാരെ ഞങ്ങളുടെ ഇത് കാണിക്കാൻ ഞങ്ങളുടെ മഹത്വം. ദൈവം ഇത് ഇച്ഛിക്കുന്നുണ്ടോ? ദൈവം ഇതിൽ പ്രസാദിക്കുമോ? ഇല്ല. എന്നിട്ട് കുർബാന കഴിഞ്ഞിട്ട് പുരോഹിതൻ പറഞ്ഞു, 5 കുർബാനയാണ് ഇന്ന ദിവസം. ഞാൻ ഈ കാതോലിക്കായോടും പിന്നെ ഞാൻ കാതോലിക്കായ പുകഴ്ത്തിക്കൊണ്ട് പറഞ്ഞ ഫാദർ തോമസ് അമയിലിനോട് ചോദിക്കുകയാണ്, എന്താണ് ഈ 5 കുർബാന? നിങ്ങളൊന്ന് പറഞ്ഞതാ, എന്തെങ്കിലും മനസ്സിലാകട്ടെ. 5 കുർബാന അവിടെ കോഷ്ടി കാണിച്ചുകൊണ്ടിരിക്കുന്ന കണ്ടോണ്ട് നിന്നുകൊണ്ട് എന്താ പ്രയോജനം? 5 കുർബാന കൊണ്ട് വല്ല പ്രയോജനമുണ്ടോ? ഉണ്ട്. പുരോഹിത വർഗത്തിന് ഈ 5 കുർബാന ചൊല്ലുന്നത് ആ പള്ളിയിലെ വികാരിയോ അല്ല, ആരുമല്ല. മറ്റിടവകളിലെ പുരോഹിതന്മാരെ കൊണ്ടുവരും. എന്തുവാ? അവർക്ക് കൈമടക്ക് കൊടുക്കാം. ഇവിടെ വീതപ്പ, ഏത് പള്ളി നോക്കിയാലും വീതപ്പ പുരോഹിതന്മാർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും. ഒരു മെത്രാൻ, ഒരു ഏതെങ്കിലും ഒരു ഇടവകയിലെ പുരോഹിതൻ്റെ ഒരു 4 മെത്രാൻ്റെ നമ്പറും അഡ്രസ്സും ഇല്ല എങ്കിൽ എന്നോട് പറ. അതെങ്ങനെയാണെന്നറിയാമോ? നമ്മളെല്ലാവരും എൻ്റെ പാർമരിച്ച എനിക്ക് എത്രയും കഴിവുള്ള വിധത്തിൽ കൊണ്ട് അടക്കണമെന്നുണ്ട്. അപ്പോൾ ചില്ല് പറയും എനിക്ക് മെത്രാനെ വേണം. പുരോഹിതൻ പറയും ശരിയുണ്ട്, ഇന്ന മെത്രാന്മാരുണ്ട്, അതിൽ കൂടുതൽ കമ്മീഷൻ തരുന്ന മെത്രാനെ ഇദ്ദേഹം അങ്ങ് സപ്പോർട്ട് ചെയ്യും. ഓക്കെ, ഇങ്ങ് പോരും. മെത്രാൻ്റെ കൈമടക്ക് പുരോഹിതനും കിട്ടും.
ഇവന് ഈ ശവടക്കാൻ്റെ ഉത്തരവാദിത്വമുള്ള ആള് അവനും പുരോഹിതന് കൈമടക്കി കൊടുക്കും. എല്ലാം പോകുന്നത് ഈ പുരോഹിത വർഗത്തിൻ്റെ പോക്കറ്റിലോട്ടാണ്. ഒരു പള്ളിയിൽ വരുന്ന നേരത്തെ കാശ് എല്ലാം ഇവിടെ പോകുന്നു, പകുതി മുക്കാലും. പോട്ടെ, എല്ലാം നല്ലതിന് തന്നെ. ഞാൻ പറയുന്നത്, മക്കളെ, ഇടയന്മാർ നല്ലതെങ്കിൽ ആടുകൾ ചിന്തിച്ചു തെറിപ്പോവും. ആടുകൾ ഒറ്റപ്പെട്ടു പോയാൽ അതില്ലാതായി പോവും. അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണിപ്പോൾ. ദൈവം അനുവദിച്ചെങ്കിൽ ഇനിയും നമുക്ക് നാളെയും മറ്റന്നാളും പല കാര്യങ്ങളും പുതുതായി കാണാം.